സ്ത്രീകളുടെ യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സാധാരണയായി സെർവിക്സിലും യോനിയിലും ഉള്ള ചെറിയ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ഒരു ദ്രാവകമാണ് ഇത്. സാധാരണയായി ഈ ഡിസ്ചാർജ് പല നിറത്തിലായിട്ടാണ് കാണപ്പെടാറുള്ളത്. യോനിയിൽ നിന്നുണ്ടാവുന്ന ഈ വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്ചാർജുകൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പഴയ കോശങ്ങളും അവശിഷ്ടങ്ങളും ദിവസവും നീക്കം ചെയ്തുകൊണ്ട് യോനി വ്യവസ്ഥയെ വൃത്തിയോടുകൂടി ആരോഗ്യത്തോടു കൂടി നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ യോനി ഡിസ്ചാർജ്. യോനിയിലുണ്ടാവുന്ന അണുബാധയും പല അസ്വസ്ഥതകളും തടയാൻ ഈ യോനി ഡിസ്ചാർജ് സഹായിക്കുന്നുണ്ട്. സാധാരണയായി കാണപ്പെടുന്ന യോനി ഡിസ്ചാർജ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. വെള്ള മുതൽ മഞ്ഞ വരെ നിറത്തിലുള്ള യോനി ഡിസ്ചാർജ് ആണ് സാധാരണമായി കണക്കാക്കപ്പെടുന്നത്. സ്ഥിരമായിട്ട് ഇത് കാണപ്പെടുന്നത് മുട്ടയുടെ വെള്ളയുടേതിന് സമാനമായിട്ടായിരിക്കാം. യോനി സ്വയം വൃത്തിയാക്കുന്ന ഒരു അവയവമായതിനാൽ ആരോഗ്യമുള്ള ശരീരം സ്വയം സന്തുലിതമാക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ സ്രവമാണിത്. സാധാരണയായി നിങ്ങളുടെ സൈക്കിളിന്റെ 14-ാം ദിവസം അണ്ടോൽപാദന സമയത്ത് മ്യൂക്കസ് അടങ്ങിയ ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഗർഭകാലത്തുണ്ടാവുന്ന ഹോർമോൺ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്ന ഡിസ്ചാർജിന്റെ അളവും വർദ്ധിപ്പിക്കും. അതുപോലെ ലൈംഗിക ഉത്തേജനം യോനിയിലെ രക്തക്കുഴലുകൾ വികസിക്കുന്നതിനും അതിലൂടെ ദ്രാവകം ഒഴുകുന്നതിനും കാരണമാകും. ഇത് വ്യക്തവും വെള്ളമുള്ളതുമായ സ്രവമായിരിക്കും. ഇതെല്ലാം സാധാരണമായി കാണുന്ന ഒന്നാണ്. എന്നാൽ അസാധാരണമായിട്ടുള്ള യോനി ഡിസ്ചാർജ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. രക്തം ചുവപ്പ് മുതൽ കടും തവിട്ട് വരെ കാണുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് ഒന്നാമത്തേത്. ആർത്തവ സമയത്ത് തവിട്ട് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള രക്തരൂക്ഷിതമായ സ്രവങ്ങൾ സാധാരണമാണ്. ആർത്തവത്തിന്റെ തുടക്കത്തിൽ നിറങ്ങൾ ചെറിയ ചുവപ്പ് മുതൽ തുരുമ്പിച്ച തവിട്ട് വരെയാകാം. എന്നിരുന്നാലും മാസം മുഴുവൻ ചുവപ്പ് നിറം കാണുകയാണെങ്കിൽ അത് അണുബാധ പോലുള്ള ഒരു അടിസ്ഥാന പ്രശ്നത്തെ സൂചിപ്പിക്കാം. കൂടാതെ ക്രമരഹിതമായ ആർത്തവം മൂലമോ ജനന നിയന്ത്രണ രീതി മൂലമോ ഹോർമോൺ മാറ്റങ്ങൾ മൂലമോ പുള്ളി ഉണ്ടാവാം. അടുത്തതായിട്ട് കാണപ്പെടുന്ന ഒരു രീതിയാണ് ക്രീം പോലെയും പാല് പോലെയുമുള്ള വെള്ള നിറം. മുട്ടത്തോട് മുതൽ ക്രീം പോലെയുള്ള വെളുത്ത നിറങ്ങളിലുള്ള സ്രവങ്ങൾ സാധാരണമാണ്. നിങ്ങൾ സ്രവങ്ങൾ പ്രത്യേക ഘടനയോ ദുർഗന്ധമോ ഉള്ളതാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. വ്യക്തമായ സ്രവങ്ങൾ പോലുള്ള പല ഘടകങ്ങളും വെളുത്ത സ്രവങ്ങൾക്ക് കാരണമാകും. ഇതൊരു സ്വാഭാവിക ലൂബ്രിക്കന്റ് മാത്രമാണ്. ഇത് നിങ്ങളുടെ യോനിയിലെ ടിഷ്യൂവിനെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും ലൈംഗിക ബന്ധത്തിനിടയിലെ സംഘർഷം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ടൈപ്പ് ഇളം മഞ്ഞ മുതൽ കടും പച്ച വരെ നിറത്തിലുള്ളത്. വളരെ നേരിയ മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തവണ ഇത് കാണപ്പെട്ടേക്കാം. നിറം ചിലപ്പോൾ ഡാഫോഡിൽ മഞ്ഞയായിരിക്കും, മറ്റു ചിലപ്പോൾ ഇത് കടും പച്ചയായിരിക്കും. ഈ നിറം സാധാരണമായി ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നിറം ഒരു ഒറ്റത്തവണ സംഭവമാണ്. ഇത് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ എന്തെങ്കിലും കാരണത്തിലായിരിക്കാം. ഇത് സാധാരണമായി കണക്കാക്കുന്ന ഒന്നാണ്. പുതിയ വിറ്റാമിനുകൾ കഴിക്കാൻ തുടങ്ങുമ്പോഴോ പുതിയ ഭക്ഷണക്രമങ്ങൾ പരീക്ഷിക്കുമ്പോഴോ ഈ നിറവ്യത്യാസം സംഭവിക്കുമെന്ന് ചിലർ പറയാറുണ്ട്. അടുത്ത ഒരു ടൈപ്പാണ് പിങ്ക് നിറത്തിലുള്ള സ്രവങ്ങൾ. ഇളം നിറം മുതൽ കടും പിങ്ക് നിറം വരെയുള്ള പിങ്ക് നിറത്തിലുള്ള സ്രവങ്ങൾ ആർത്തവത്തിന്റെ ആരംഭം മാത്രമാണ്. എന്നാലും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയുമാകാം. ചില വ്യക്തികളിൽ യോനിയിൽ വിരലുകൾ, സെക്സ് ടോയ് അല്ലെങ്കിൽ ലിംഗം എന്നിവ പ്രവേശിക്കുന്നതിലൂടെ നേരിയ രക്തസ്രാവം ഉണ്ടായേക്കാം. ഇത് പിങ്ക് നിറത്തിലുള്ള സ്രവങ്ങൾക്ക് കാരണമാകും. അടുത്തതായി കാണപ്പെടുന്ന ഒന്നാണ് കടും നീല അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള സ്രവം. വെളുത്ത ചാരനിറം മുതൽ കടും ചാരനിറം വരെയുള്ള യോനി ഡിസ്ചാർജ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ മറ്റു ആരോഗ്യ വിദഗ്ധനെയോ സമീപിക്കേണ്ടതാണ്. ഇത് കൊടുങ്കാറ്റ് മേഘങ്ങളുടെയോ എക്സ്ഹോസ്റ്റിന്റെയോ നിറത്തോട് സാമ്യമുള്ളതായിരിക്കും. ഇത് യോനിയിലെ കലകളിൽ പതിവായി ബാക്ടീരിയകൾ വളരുന്ന ബാക്ടീരിയൽ വാഗിനോസിസിന്റെ സൂചനയായിരിക്കാം. ആന്റി ബാക്ടീരിയൽ തൈലങ്ങളോ ആന്റിബയോട്ടിക്കുകളോ ആയിരിക്കും നിങ്ങളുടെ ഡോക്ടർമാർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത്. അസാധാരണമായിട്ടുള്ള യോനി ഡിസ്ചാർജിന് കാരണമായേക്കുന്ന ചില കാരണങ്ങളാണ് ഇനി പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ സ്റ്റീറോയിഡുകളുടെ ഉപയോഗം, ബാക്ടീരിയൽ വാഗിനോസിസ് ഗർഭിണികളായ സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു തരം അണുബാധയാണിത്. അതുപോലെ ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം മൂലം ഉണ്ടാവാം, ഗർഭാശയ അർബുദം മൂലം ഉണ്ടാവാം, ക്ലെമീഡിയ അല്ലെങ്കിൽ ഗൊണോറിയ പോലുള്ള ലൈംഗികപരമായി പകരുന്ന രോഗങ്ങൾ മൂലം, പ്രമേഹം, അതുപോലെ നിരവധി ശസ്ത്രക്രിയകൾ പെൽവിക് അണുബാധയ്ക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ പെൽവിസിന്റെ വീക്കം, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു പരാത രോഗമായ ട്രൈക്കോമോണിയാസിസ് വഴിയും ഇത് വരാം. യോനിയിലെ അട്രോഫി, അതായത് ആർത്തവ വിരാമത്തിനു ശേഷം യോനിയിലെ ഭിത്തികൾ ദുർബലമാവുകയും വരണ്ടു പോകുകയും ചെയ്യുന്നതിനെ
യോനിയിലെ അട്രോഫി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാഗിനൈറ്റിസ്, യോനി ഭാഗത്തെ ഏതെങ്കിലും വീക്കം, ഈസ്റ്റ് കൊണ്ടുള്ള അണുബാധകൾ, ഇവയെല്ലാമാണ് അസാധാരണമായ യോനി ഡിസ്ചാർജിന് കാരണമാകുന്നത്. ഈ അസാധാരണമായി കാണുന്ന യോനി ഡിസ്ചാർജ് കൈകാര്യം ചെയ്യൽ എങ്ങനെയാണെന്ന് നോക്കാം. യോനി വൃത്തിയായി സൂക്ഷിക്കാൻ പുറം ഭാഗത്ത് മിതമായ അല്ലെങ്കിൽ നേരിയ സോപ്പും ചെറു ചൂടുവെള്ളവും ഉപയോഗിച്ച് കഴുകുക. യോനി ഭാഗത്ത് നേരിട്ട് സോപ്പ് പുരട്ടുന്നത് ഒഴിവാക്കുക. സുഗന്ധമുള്ള സോപ്പുകളോ സ്ത്രീ ശുചിത്വ ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കരുത്. വുമൺ സ്പ്രേകൾ ഒഴിവാക്കുക. യോനി കനാലിലേക്ക് അണുക്കൾ പ്രവേശിച്ച് അണുബാധ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വകാര്യ ഭാഗം തുടച്ച് വൃത്തിയാക്കുക. 100% കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുക. വളരെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. യോനിയിൽ നിന്നുള്ള സ്രവങ്ങൾ നിങ്ങളുടെ പൊതുവായ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. സ്രവങ്ങൾ പെട്ടെന്ന് നിറം, സ്ഥിരത, അളവ് അല്ലെങ്കിൽ മണം എന്നിവയിൽ മാറ്റം വരുത്തുകയോ പെൽവിസിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.